ഇപ്പോൾ ഗായിക ദലീമ, മുൻ MLA കൂടിയായ ദലീമ നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി ദലീമ, താങ്കളുടെ ഒരു അനുസ്മരണം കണ്ടു. താങ്കളെ ഒന്ന് നേരിട്ട് കാണണമെന്ന് എസ് ജാനകി പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു, പക്ഷേ നിങ്ങൾക്ക് ഒന്നിച്ച് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഘട്ടത്തിൽ എങ്ങനെ ഓർത്തെടുക്കുന്നു? ഒത്തിരി ആഗ്രഹിച്ചു. അമ്മയുടെ പാട്ടുകൾ പാടിയാണല്ലോ ഞാനൊരു ഗായികയായിട്ട് തീർന്നത് തന്നെ. കാരണം തുടക്കം കുറിച്ചതെല്ലാം ജാനകിയമ്മയുടെ പാട്ടുകളിലായിരുന്നു. ജാനകി അമ്മയ്ക്ക് പകരം എന്നൊക്കെ പറഞ്ഞ് എല്ലാരും പറഞ്ഞൊക്കെ അങ്ങനെ എന്റെ പാട്ടുകൾ എടുക്കുകയായിരുന്നു ജനങ്ങള്. അത് ജാനകിയമ്മേനെ അത്രത്തോളം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ജനങ്ങൾ ആ പാട്ടുകൾ എടുത്തത്. അപ്പോ നമ്മുടെ കഴിവൊന്നുമല്ല, ജാനകിയമ്മയുടെ എന്താ പറയാ തൊടാനുള്ള യോഗം പോലും യോഗ്യത പോലും ഇല്ലാത്തവളാണ് ഞാൻ. പക്ഷെ എങ്കിൽ പോലും ജാനകിയമ്മേനെ എത്രത്തോളം ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് പാടാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഞാൻ ഒത്തിരി പാട്ടുകൾ പാടി. ജാനകിയമ്മയുടെ ഒരുവിധപ്പെട്ട എല്ലാ പാട്ടുകളും എനിക്ക് പാടാൻ പറ്റി. ആ പാട്ടിലൂടെ പാട്ടെന്താന്ന് പഠിക്കാനും എനിക്ക് പറ്റി. കാരണം ജാനകിയമ്മ വളരെ അക്ഷരസ്ഫുടതയോടുകൂടിയാണ് പാടുന്നത്, അല്ലാതെ ഒരു ഭാഗം പോലും തിരിയാത്തതില്ല. അതുപോലെ എങ്ങനെയാണ് ഒരു പാട്ട് ഭാവത്തിൽ പാടേണ്ടതെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മാതൃകയായിരുന്നു ജാനകിയമ്മ. വരികളിൽ സഞ്ചരിക്കുന്നവളായിരുന്നു. അപ്പോ ഇപ്പൊ ശോകമാണെങ്കിൽ നമ്മൾ കരയും. ആ പാട്ട് ജാനകിയമ്മ ശോകാനങ്ങൾ പാടിയാൽ നമ്മൾക്ക് ആ പാട്ടിൽ അനുഭവപ്പെടുന്നത് എന്താണോ അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണം, നമ്മൾ വേദനിക്കുക. അതുപോലെ തന്നെ എന്താ പറയുക, ചിരിക്കുന്ന പാട്ടുകളാവട്ടെ, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പാട്ടുകൾ, പ്രണയത്തിന്റെ പാട്ടുകൾ, എത്രയോ പാട്ടുകളാണ് ഇങ്ങനെ പാടിയിരിക്കുന്നത്. അപ്പോ കുഞ്ഞുകുട്ടികളുടെ പാട്ടുകളാകട്ടെ, ഏതൊരു ഭാവം ഉൾക്കൊള്ളുവാനുള്ള ഒരു പ്രത്യേക കഴിവാണ് ജാനകിയമ്മ. നമുക്ക് വലിയ തീരാ നഷ്ടമാണ് അമ്മ. കാരണം എന്നും അമ്മ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിച്ചവളാണ് ഞാൻ. എപ്പോഴും എന്റെ ഹൃദയത്തിൽ പ്രാർത്ഥനയുണ്ട്. അത്രയും സ്നേഹവതിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാവരോടും എന്തു സ്നേഹത്തോടെ ഇടപഴകുന്നത്, പെരുമാറുന്നത്. ഒരു ഗായിക എത്രത്തോളം എളിമയുള്ളവളായിരിക്കണം, എത്രത്തോളം എന്താ പറയുക സ്നേഹമുള്ളവളായിരിക്കണം എന്ന് കാണിക്കുന്നൊരു മാതൃക കൂടിയായിരുന്നു ജാനകിയമ്മ. അപ്പോ അമ്മ ഒരിക്കലും നമ്മളുടെ മനസ്സിൽ നിന്ന് മാറില്ല, നമ്മളുടെ ഹൃദയത്തിൽ എന്നും ജീവിക്കും. ആ സംഗീതത്തിലൂടെ നമ്മുടെ പുതിയ തലമുറയും ആ സംഗീതം എന്നും അവരിലൂടെ പോലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരു മത്സരവേദിയിലാണെങ്കിലും സ്റ്റേജ് ഷോയ്ക്കാണെങ്കിലും സ്റ്റേജിലുള്ള മറ്റ് പ്രോഗ്രാംസ് എന്തിനാണെങ്കിലും കുഞ്ഞു കുട്ടികൾ വരെ ജാനകിയമ്മയുടെ പാട്ടുകൾ പാടുകയാണ്. അവർ ഓരോ പാട്ട് എടുക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ആഴത്തിലും പഠിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ അങ്ങനെയാണ്. ഞാൻ ജാനകിയമ്മയുടെ പാട്ടുകൾ പാടിയാണ് ഈ സംഗീതം പാട്ട് എങ്ങനെയാ പാടേണ്ടതെന്ന് മനസ്സിലാക്കുന്നത്. ആ ഭാവം ഉൾക്കൊള്ളുവാനൊക്കെ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. ഏതായാലും നമ്മുടെ ഒരു തീരാ നഷ്ടമാണ് ജാനകിയമ്മയുടെ ഓർമ്മകള്. ആ ഓർമ്മകളിൽ നമുക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ ജാനകിയമ്മ ഇന്നില്ലല്ലോ ഈ ഭൂമിയിൽ എന്നുള്ള ഒരു ചിന്ത നമ്മളെ നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ആ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു നൊമ്പരം എപ്പോഴും ഉണ്ടാവും. എങ്കിൽ പോലും സംഗീതം എന്നും നിലനിൽക്കും. ഒരിക്കലും അമ്മയുടെ പാട്ടുകൾ നമ്മളിൽ നിന്നൊന്നും മായാൻ പോകുന്നില്ല. നമ്മുടെ തലമുറകൾക്കൊക്കെ പകർന്നു നൽകിക്കൊണ്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ജാനകിയമ്മ എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. അതെ, ഒരുപക്ഷെ ഈ ശബ്ദത്തിന്റെ ഒരു സാദൃശ്യം അത് താങ്കൾക്കൊരു വലിയ സാധ്യത ആ സമയത്ത് നൽകിയിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒത്തിരി സാധ്യത എനിക്ക് തോന്നിയത്. എനിക്ക് എന്റെ സാധ്യതകളല്ലാതായിരുന്നല്ലോ. ജാനകിയമ്മയുടെ പേരിലാണല്ലോ ഞാനൊരു ഗാനമേളയ്ക്ക് പാടുമ്പോഴും പാട്ട് പാടാൻ പറയുന്നൊക്കെ ജാനകിയമ്മയുടെ പാട്ടുകളാണ്. തേനും വയമ്പും, മഞ്ഞണി പൂനിലാവ്, സന്ധ്യ കണ്ണീര് തന്ത് സന്ധ്യ. ഈ ഇലക്ഷൻ ഇറങ്ങിയപ്പോ പോലും സന്ധ്യ എല്ലായിടത്തും പാടിയില്ല ഞാൻ. തേനും വയമ്പും ഒരുവിധപ്പെട്ട എല്ലാ വേദികളിലും പാടി. ജാനകിയമ്മയുടെ പാട്ടുകൾ എന്നെ കൊണ്ട് പാടിക്കുന്നത്, അതാണ് എന്റെ പ്രത്യേകത. അപ്പൊ എവിടെയും ജാനകിയമ്മയുടെ പാട്ടുകൾ പാടാൻ എല്ലാവരും ആവശ്യപ്പെടും. അതൊരു ഫീലിംഗ് ഷെഡിൽ ചെന്നാൽ പോലും അവിടുത്തെ മനുഷ്യർ എന്നോട് പാടാൻ പറയുന്ന ജാനകിയമ്മയുടെ പാട്ടുകളാണ്. അപ്പൊ ജാനകിയമ്മേനെ ഇത്രത്തോളം എന്താ പറയുക, എത്രത്തോളം മനുഷ്യർ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ അത്. ഒരുപക്ഷെ ജാനകിയമ്മയ്ക്ക് ഒരു വിട നൽകുമ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്ന 2 വരി ഒന്ന് മൂടാൻ കഴിയുമോ? നിറങ്ങൾ തന്ത്രം ഒഴിഞ്ഞൊരു മണ്ണിൽ മറഞ്ഞ സംഖ്യകൾ പുനർജനിക്കുമോ, മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ. ഇതാണ് പാടാൻ പറ്റുന്നത്. ജാനകിയമ്മ എന്നെ പാടിയതാണ്. നമുക്ക് മറക്കാൻ പറ്റുമോ ഇതൊക്കെ? അതെ അതെ.
വളരെ നന്ദി ദലീമ ജോജോ, അനുസ്മരിച്ചതിന് നല്ല വാർത്ത. സജീവ്, നമ്മൾ ദലീമയ്ക്ക് ഓർത്തെടുക്കുന്നത് പോലെ എത്രയോ വേദികളിൽ എസ് ജാനകി എന്ന പേര്, എസ് ജാനകിയുടെ ശബ്ദം നമ്മളിങ്ങനെ കേൾക്കുകയാണ്, കാണുകയാണ്. അപ്പോൾ പുതുതലമുറയിലേക്ക് വരുമ്പോൾ എസ് ജാനകിയെ അതുണ്ടാക്കുന്ന ഒരു വൈകാരിക വായ്പ ഏത് രീതിയിൽ വിലയിരുത്താൻ കഴിയും? നേരത്തെ വിനോദൊക്കെ സൂചിപ്പിച്ച പോലെ റീമിക്സിൻ്റെ സാധ്യതകൾ ജാനകിയുടെ പാട്ടുകൾ പരമാവധി ഉപയോഗപ്പെടുത്തി കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത എങ്ങനെ കൂടി കാണാം? സജിത്ത്, ദലീമ പറഞ്ഞ പോലെ തന്നെ ദലീമയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ദലീമ ജാനകിയുടെ ശബ്ദത്തിൽ പാടുന്ന ഗായിക എന്നുള്ളതായിരുന്നു അവർക്കുള്ള വിശേഷണം. ആ രീതിയിൽ അന്ന് റീമിക്സ് ആയിട്ട് സജിത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ റീമിക്സ് ആയി ജാനകിയമ്മ മലയാളത്തിൽ സജീവമല്ലാതിരുന്ന കാലത്ത്, ആകാതിരുന്ന കാലത്ത് ദലീമയെ വെച്ച് പാട്ടുകൾ, കാസറ്റുകൾ ഇറക്കിയിരുന്നു. അത് വലിയ പോപ്പുലർ ആവുകയും ഹിറ്റാവുകയും ചെയ്തു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.